നമ്മൾ ആദ്യം ഇത് ഇതിനകത്ത് ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ കൈ വെക്കുക, ഉണ്ടാക്കുക. അത് കടിച്ചില്ലല്ലോ ഏത് നേരം ഗർഭിണിയാണ്. ഞാനിതുപോലെ അതിന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. ഇങ്ങനെ എടുത്തിട്ട് വെള്ളം കുടിച്ച് നമുക്ക് വാരിട്ട് ഒഴിക്കുവേ ഈ സാധനം. ഓ എരിവ് എനിക്ക് വിഷയമൊന്നുമല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ കൂട്ടാണ് പുള്ളി എന്നെ കാണിച്ചാൽ ഇതുപോലെ ഒരു കഷ്ണം ഒരൊറ്റ കടി കായാണിത് കണ്ടോ, നല്ല കാകള് നിൽക്കുന്ന പഴുത്ത് നിൽക്കുന്നു. അതെങ്ങനെയാ അത് കഴിക്കണ്ടേ? ഇത് കഴിക്കുന്നതല്ല, ഇത് കഷായമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മരുന്നിൽ ഉപയോഗിക്കുന്ന സാധനം. ഇതിന്റെ ഒരു ചെറിയ തരി കടിച്ചു കഴിഞ്ഞാൽ കുരുമുളകിന്റെ ഇരട്ടി എരിവുണ്ട്. ഇതാണ് ആ സാധനം. ഇവിടെ വേറൊരു ഉരുണ്ട ഒരു നാരങ്ങ പോലത്തെ ഒരു സാധനത്തിലായിരുന്നു. അതൊരു ഉപകാരമില്ല, അത് ഇങ്ങനെ കായ്ച്ചിട്ട് ആരും തിന്നുന്നില്ല. ഇതിനാണ് നമുക്ക് പൈസ കിട്ടും. കാര്യങ്ങളോ ഇതിനെ ഉണക്കിയിട്ടാണ് കൊടുക്കുന്നത്? അല്ല ഇതേ കുഞ്ഞേട്ടാ ഇതെങ്ങനെ ഉണക്കിട്ട് കൊടുക്കുന്നേ? അപ്പൊ കിലോയ്ക്ക് എത്ര കിട്ടും? ഓ അതാണ്. ഓക്കെ കൊച്ചിന്റെ വണ്ടി. ആ ഇതാ ഉണക്കാൻ വെച്ചേക്കും. ഇതിന് കിലോയ്ക്ക് എത്രയാന്ന് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. ആ തിന്ന് കഴിഞ്ഞ കുറച്ച് വെള്ളം കുടിച്ച് എന്ത് കഴിച്ചാലും മധുരം വരും. അതവിടെ ഇന്ന് പോവുള്ളൂ. അതിപ്പോ അത്ര വലിയതായതുകൊണ്ട് ഒരു ഉഴുത്തി അങ്ങോട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കും. ഇതാ മിറാക്കിൾ ഫ്രൂട്ട് ആണോ? ഞാനിത് തിന്നിട്ടുണ്ടോ? ഞാൻ ഇവിടുന്ന് തിന്നിട്ടുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ പറിച്ചിട്ടുമുണ്ട്. പൊന്നു ആ മറ്റേ സാധനം തിന്നിട്ട് റിയാക്ഷൻ എടുക്കാൻ ഇത് തിന്നിട്ട് അത് തിന്നാ മതി പൊന്നു. അപ്പൊ മധുരല്ലേ? ആ എനിക്കറിയാം, പപ്പ അവിടെ കൊണ്ടുവച്ചങ്ങനെ കണ്ടിട്ട്. മമ്മി തിന്നെ, ഞാൻ റിയാക്ഷൻ എടുക്കാം. എനിക്ക് തിന്നിട്ട് ഓ എരിവ് എനിക്ക് വിഷയമൊന്നുമല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ കൂട്ടാണ് പുള്ളി എന്നെ കാണിച്ചാൽ ഇതുപോലെ ഒരു കഷ്ണം ഒരൊറ്റ കടി കടിച്ച് 1 ലിറ്റർ വെള്ളം കുടിച്ചിട്ടാ പോയത്. ആ എന്റെ പച്ചയാ പറിച്ചെടുത്ത് അതവിടെ ഉണക്കാൻ വേണ്ടിട്ടാ ദേമിയോട്. നല്ല അങ്ങനെ കടിക്കല്ലോ നിന്റെ എരിവ് ഒരു കുരുമുളകിനൊക്കെ എരിവുള്ള സാധനം കേട്ടോ. അത് എരിവാന്ന് നോക്കിയാ അത് കടിച്ചില്ലല്ലോ കടിച്ചു. ഇച്ചിരി കടിച്ചിട്ട് വയറ് എരിയുന്നുണ്ട്. അത്രയ്ക്ക് ഇതാ. ഇത് ഇറച്ചിക്കൊക്കെ ചേർക്കാൻ കൊള്ളുവോ? ഇത്രയും പവറുള്ള നമ്മുടെ ഭക്ഷണത്തിന് പറ്റില്ല. ഇതെല്ലാം അതിന്റെ അകത്ത് അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ടായതിന് ആ കുരുമുളക് ഇത് നമ്മുടെ ജലദോഷത്തിന് ചുക്കാപ്പി ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ഇത് പറഞ്ഞ് ഇട്ടാൽ മതി. പപ്പ എവിടുന്ന പറിച്ചോണ്ട് മൂപ്പടി ഇതെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു രോഗം വരും. ഇത് രോഗപ്രതിരോധത്തിന് പറ്റിയ സാധനം. കാണാനും ലുക്കാലേ പിണ്ടിരപ്പത്തിന്റെ അണ്ടിപ്പരിപ്പ് പിന്നെ പൊടിച്ചിട്ട് എന്താ പോളിനട്ടിന്റെ ഒരു സാധനല്ലേ? ആ മനസ്സിലായി. വേറെന്താ കാണിച്ചമ്മ കഴിഞ്ഞ ഈ കാ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് പോളിനട്ട് പോലത്തെ ഇതാ പനയുടെ കായ. ഞങ്ങളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാ ഇത് പനയുടെ കായല്ല. പനയുടെ കായ ഇങ്ങനെയല്ല. ഇതെന്താ പോളിനട്ടിന്റെ വേറൊരു ടൈപ്പ് ഇത് തുറക്കുന്ന സാധനം. ഇത് നല്ല ടേസ്റ്റാ. തിന്നാ അതിന് എരിവൊന്നുമില്ല. അത് ഇത് പൊട്ടിക്കണ പണി. ഇത് അറുത്ത് വെച്ചിരിക്കുന്ന പകുതി. മനസ്സിലായോ? മുട്ടയുടെ അകത്തിരി ഈ ചെറുതില്ലായിരുന്നോ? വലുതാ. അത് വേറെ തന്നെ ഉള്ള യന്ത്രമാണിത്. ഓ ഇതിന്റെ അകത്ത് തന്നെയുള്ള ഇത് മേടിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഇത്
ടേസ്റ്റ് കൊള്ളാം, നല്ലതാ, രുചിയുണ്ട്. നല്ല മധുരമുണ്ട്. പക്ഷെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഴിക്കണമെന്നേ ഉള്ളൂ. ഒന്ന് വായിട്ടതിന് ശേഷം അത് ഇറക്കി കഴിയുന്ന സമയം പോലെ വായന കൂടുതൽ വേണം. ഇതൊന്നും അടുത്ത് തന്നെ അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ അടപ്പ്. ഇതെന്നാ സാധനം ഇതിന്റെ അകത്ത്? അത് തണുത്ത് പോകാതിരിക്കാൻ. തണുപ്പ് പോകാതിരിക്കാനുള്ള സാധനം. അത് സിലിക്കാത്തില്ല. ഇത് പിടിച്ചോ. അതിങ്ങ അകത്ത് മമ്മി, കൈ കൊണ്ട് അകത്തേക്ക് തിരിക്കെങ്ങനെയാ? താക്കോല് തിരിക്കുന്നല്ലേ? തുറന്നു താഴെ. ഇതിലും പേര് ഇതൊക്കെ തിന്നാതി. ടേസ്റ്റ് വ്യത്യാസമില്ലേ? രുചിയുണ്ട്. ഇതൊക്കെ മെനക്കെട്ട് തിന്നണ്ടേ? അതിന്റെ പേര് ഞാൻ മറന്നുപോയി. എനിക്ക് സാധനം മനസ്സിലായി. വാൾനട്ട് പോലെ വാൾനട്ട് പോലെയുള്ള വേറൊരു സാധനം. മറ്റേ പിസ്ത. കമന്റ് ചെയ്യൂ എന്താ സാധനം. സൗണ്ട് കേട്ടിട്ട് ഇതുണ്ടോ ഇതിന്റെ കട്ടിയുണ്ടോ? ചിരട്ടയുടെ അതേ പോലെ. ഇതെനിക്കൊന്ന് അവിടെ നിന്നൊക്കെ ഈ എന്തെങ്കിലും ഒരു പ്രത്യേക മരത്തിൽ നമ്മളിപ്പോ ഇടുന്ന പേരക്കൊക്കെ പറിച്ചു തിന്നിയല്ലേ എന്തോരൊക്കെ അവിടെ ഉണ്ടാകുന്ന എന്തോ ഒരു പ്രത്യേക സാധനമായിരിക്കും ഇത്. ഞാൻ പിടിച്ചോട്ടെ. ഇങ്ങനെ എടുത്തിട്ട് ഓ സിമ്പിൾ. ഒറ്റയടിക്ക് നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്തല്ലോ. പോരട്ടെ. നെക്സ്റ്റ് ഇത് മിക്സിയിൽ വെച്ചിട്ട് ഇതിന്റെ പകുതി അറുത്ത് വെച്ചിരിക്കുക. നമ്മൾ ആദ്യം ഇതിങ്ങനെ എടുക്കുക. ആദ്യം ഇതിന്റെ ഇതാ ഇത് പിടിച്ചോ. ഇതാ ചേച്ചി കഴിച്ചോ. എനിക്ക് മതി. ഇത് കുഞ്ഞേട്ടൻ കഴിച്ചത്. നമ്മൾ ആദ്യം ഇത് ഇതിനകത്ത് ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ കൈ വെക്കുക. ടക്കുന്നുണ്ടാക്കുക. ടക്കുന്നാക്കുന്നില്ല. ഈശ്വരാ പൊട്ടി പൊട്ടി വീഴുന്നില്ല. ഒരു മണിക്കൂർ നീളും തോന്നുന്നു. ചെറുതായിട്ട് നേരത്തെ കിട്ടിയായിരുന്നു. അത് കിട്ടി. ഒരു ഗർഭിണി പൂച്ച വന്നു. ഗർഭിണിയാണോ നീ? അല്ലേ ഗർഭിണിയല്ലേ? പൂച്ചകൾക്ക് അങ്ങനെയുള്ളൂ. ചേടാ പൊട്ടിച്ച് അതുകൊണ്ട് തന്നെ എന്റെ ഷേപ്പ് മാറിപ്പോയി. നീ തന്നേരും. ഒരു കാല് കേറുന്നില്ല. പോലീസ് പോലീസ് നടി ജീപ്പ് തള്ളിവിടണോ? ഫിയറായി പോയി ഞാൻ. ഇത് മറ്റേ ഇതായിരിക്കും. ആ ഇത് ചാർജറൊക്കെ ഇരിപ്പുണ്ട്. വെള്ളം മതി, പച്ചവെള്ളം മതി. മമ്മി 2 ഗ്ലാസ് ചായ കുടിച്ചു. ഇത് ബ്രൂ കോഫിയാ പറഞ്ഞോ. എത്ര കോഫി ആണേലും ഞങ്ങള് കുടിക്കില്ല. ഇത് യോജിച്ച് അന്ന് പിന്നെ മാസയുടെ തലേദിവസം വേമ്പടി അളിയനുണ്ടായിരുന്നു ഇടക്കൊത്ത ചേട്ടനാ. പുള്ളിക്ക് കൊടുക്കാനും ഊറ്റി ഒരു കപ്പിന്റെ പുറകെ വെച്ചിങ്ങാണ്ട് പോയതാ. വിളിക്കാൻ പോയി. അന്നേരം ചേച്ചി ഗ്യാസ് നടപ്പം ചേച്ചി സ്ഥിരം ഗ്യാസ് ഒന്നും നോക്കില്ല. ഈ ക്ലാസ്സിൽ ഇരിക്കലേ ഇങ്ങനെ എടുത്തിട്ട് വെള്ളം കുടിക്കും. നമുക്ക് വാരിട്ട് ഒഴിക്കുക ഈ സാധനം. ഞാനിതൊട്ട് ഇറക്കിയില്ല. ബേസിനകത്ത് തുപ്പി. നല്ലൊരു സാറ് പഴുത്തത് നമുക്ക് ചേച്ചി അതെ. ഞാനിങ്ങനെ ഓർക്കണേ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ചുമ്മാ ഇത് സാധനം എടുത്ത് വാരിട്ട് ഒരു കവിള്. എന്താടാ ചിപ്സ് വേണോ? ചിപ്സ് വേണോ? പോരെ